രാമായണം ഉയർത്തുന്ന മറ്റൊരു വലിയ ചിന്ത ദേശബോധമാണ്. സ്വന്തം ജന്മഭൂമിയോടുള്ള ആത്മസമർപ്പണം. അത് പലയിടങ്ങളിലും ഉയർത്തിക്കാണിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് രാമായണം. യഥാർത്ഥ രാഷ്ട്ര അവബോധം പൗരന്മാർക്ക് നൽകുക എന്ന ലക്ഷ്യം രാമായണം നന്നായി തന്നെ നിർവഹിക്കുന്നുണ്ട്. അതിൽ വിഭീഷണൻ ഒരു ഘട്ടത്തിൽ രാമരാവണ യുദ്ധം കഴിഞ്ഞു, രാവണനില്ലാണ്ടായി, ലങ്കയുടെ രാജാവായി വിഭീഷണനെ വാഴിക്കുവാൻ തീരുമാനിച്ചതിന് ശേഷം വിഭീഷണൊരു സംശയമുണ്ടാവുകയാണ്. ഞാനല്ല രാജാവാകേണ്ടത്, രാമനല്ലേ? സർവശ്രേഷ്ഠനായ രാമൻ ലങ്ക ഭരിക്കുകയാണെങ്കിൽ ലങ്ക എത്രത്തോളം ഐശ്വര്യത്തോടു കൂടി നിലകൊള്ളും? ഈ ആവശ്യം രാമനെ അറിയിക്കുമ്പോൾ രാമൻ അപ്പോൾ തന്നെ നിരാകരിക്കുന്നു. എനിക്കങ്ങനൊരു ആഗ്രഹമേ ഇല്ല, അങ്ങയുടെ ദേശമാണ്, അങ്ങയുടെ മാതൃഭൂമിയാണ് ലങ്ക, അങ്ങയുടെ ഉത്തരവാദിത്തമാണ് സ്വന്തം മാതൃഭൂമിയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ഒടുവിൽ ലക്ഷ്മണനോട് ചേർന്ന് നിന്ന് രാമനെ ഇത് ഉപദേശിക്കുവാൻ വിഭീഷണൻ ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു. ഈ സമയം ലക്ഷ്മണനും ശ്രീരാമനോട് ഈ കാര്യം പറയുമ്പോൾ ശ്രീരാമൻ നല്ലൊരു ഉപദേശം ലക്ഷ്മണന് നൽകുന്നുണ്ട്. അപി സ്വർണ്ണമയീ ലങ്ക നമേ ലക്ഷ്മണ മുഹ്യതേ ജനനീ ജന്മഭൂമിച്ഛ സ്വർഗാതപി ഗിരീയസി. ഈ ലങ്ക സ്വർണം തന്നെയാണ് എങ്കിൽ പോലും എൻ്റെ ജന്മഭൂമിയോളം മഹത്വം ഇതിനുണ്ടാകില്ല, എൻ്റെ ജന്മഭൂമി തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന്. എല്ലാ ഭാരതീയരും മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു വലിയ മന്ത്രം ശ്രീരാമൻ അവിടെ ലക്ഷ്മണനോടും വിഭീഷണനോടും ഉപദേശിക്കുന്നുണ്ട്. വിഭീഷണൻ സ്വന്തം മാതൃരാജ്യത്തെ സ്നേഹിക്കുക, ആ ദേശത്തിനോടുള്ള കടപ്പാടുകൾ, രാഷ്ട്രബോധം നിർവഹിക്കുക. അതുപോലെ ഓരോരുത്തരും സ്വന്തം ദേശത്തോട്, സ്വന്തം ദേശബോധത്തോട്, രാഷ്ട്രീയത്തോട്, അതായത് രാഷ്ട്രീയം എന്നത് രാഷ്ട്രബോധമാണ്, ആ രാഷ്ട്രബോധത്തോട് ചേർന്ന് നിൽക്കുക. ഇത് രാമൻ നൽകുന്ന ഉപദേശമാണ്. രാമായണത്തെ അറിയുമ്പോൾ, രാമനെ അറിയുമ്പോൾ ഇത്തരം ദേശചിന്തകൾ കൂടി, ദേശബോധം കൂടി നമ്മിൽ ഉയരട്ടെ. കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു നാടകത്തിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. രാമായണത്തിലെ തന്നെ സീതാ സ്വയംവരമാണ് ഭാഗം. സീതയെ വരണമാല്യം ചാർത്തി രാമൻ ആനയിക്കുകയാണ്. ആ യാത്രയുടെ ദൃശ്യത്തിലാണ് നാടകം ആരംഭിക്കുന്നത്. രാമനോടൊപ്പം ഭരതനും ദശരഥനും ലക്ഷ്മണനും സർവസന്നാഹങ്ങളും ഉണ്ട്. ത്രയംബകം വില്ല് തൻ്റെ ഗുരുവായ പരമശിവൻ്റെ വില്ലാണ്. പരശുരാമൻ്റെ ഗുരുവായ പരമശിവൻ്റെ വില്ലൊടിച്ചതിന് ക്രുദ്ധനായ പരശുരാമൻ ആ ഘോഷയാത്രയ്ക്ക് വിഘാതം വരുത്തിക്കൊണ്ട് വഴി തടയുകയാണ്. കാണാം രാമായണം നാടകം. നീ എന്റെ ഗുരുവായ സാക്ഷാൽ പരമശിവന്റെ വില്ലാണ് ഒടിച്ചു കളഞ്ഞത്. അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയേ പറ്റൂ രാമ, അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയേ പറ്റൂ. പണ്ട് നീ കാട്ടിലൂടെ യാത്ര ചെയ്തപ്പോ
ഒരു പാവം കാട്ടുസ്ത്രീയെ കൊന്നത് ഓർമ്മയില്ലേ? നീ അത്ര വലിയ പുരുഷോത്തമനൊന്നുമല്ല. അല്ലയോ ഭാർഗവരാമ, അതിന് അവൾ എൻ്റെ അമ്മയല്ലല്ലോ. വൃദ്ധരാജാവേ, അങ്ങയുടെ മകൻ ചെയ്ത തെറ്റിന് അങ്ങയും അതിന്റെ ഫലം അനുഭവിച്ചു കൊള്ളുക. ഏയ് ഭരത, ലക്ഷ്മണ, അതെന്റെ അറിവോടെ സംഭവിച്ചതല്ല. എടുത്തുയർത്തിയപ്പോൾ ഒടിഞ്ഞു പോയതാണ്. പൊറുക്കണം. ഇത് പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല രാഘവ. അങ്ങേ പോലുള്ള മഹാന്മാരല്ലാതെ ആരാണ് എൻ്റെ ഈ തെറ്റിന് പൊറുക്കുക? ധിക്കാരി, നീ എന്നെയും എന്റെ ഗുരുവിനെ നിന്ദിച്ചു. നിന്നെ നിന്റെ ശക്തി ഞാനൊന്ന് കാണട്ടെ. ഇതാ ഈ വൈഷ്ണവം ഒന്ന് കുലയേറ്റി നോക്ക്. എവിടേക്കാണ് തൊടുക്കേണ്ടത്? ലക്ഷ്യം കാട്ടിത്തരൂ ഭാർഗവരാമ. എന്റെ തപോബലത്തിന് നേരെ തൊടുത്തോളൂ രാമ.